പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തിരുവനന്തപുരം CSI മിഷൻ ആശുപത്രിയിൽ നേരിട്ട് ദുരനുഭവം റിപ്പോർട്ടിനോട് പങ്കുവയ്ക്കുകയാണ് ചികിത്സാ പിഴവിനിരയായ ഷീബ. അപ്പൻഡിസൈറ്റിസ് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി 15 ദിവസം ആശുപത്രിയിൽ കിടന്നു. വീട്ടിലെത്തിയ ശേഷം വയറ്റിൽ നിന്ന് പഴുപ്പും വെള്ളവും വരാൻ തുടങ്ങി. 3 മാസത്തോളം ആഹാരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നുവെന്നും ഷീബ പറഞ്ഞു. നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് ഷീബയുടെയും കുടുംബത്തിന്റെയും തീരുമാനം. നമുക്കൊന്ന് പ്രതികരണം കേട്ടുവരാം. ഞാൻ ഡിസംബർ 3 പനിയെ തുടർന്നാണ് അവിടെ എത്തുന്നത്. പിന്നെ എനിക്ക് വയറുവേദന അനുഭവപ്പെട്ടേ തുടർന്ന് സ്കാനിങ് ചെയ്തപ്പോൾ അപ്പൻഡിക്സ് ഓപ്പറേഷൻ പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ ചെയ്തു. ചളിയും വെള്ളവും വന്നുകൊണ്ട് ഭയങ്കര വേദനയും പിന്നെ ആഹാരം കഴിക്കാൻ വയ്യാതെയും പിന്നെ ഉറക്കമില്ലായ്മയും എനിക്കുണ്ടായിരുന്നു. ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. അവിടെ വീണ്ടും സ്കാൻ ചെയ്തു, പിന്നെ ഓപ്പറേഷൻ ചെയ്തു. അപ്പോൾ ഒരു വലിയ ക്ലോത്ത് കണ്ടെത്തി. ഇപ്പോൾ അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാലും എൻ്റെ ജീവൻ പോയ എൻ്റെ മക്കൾക്കല്ലേ ഇല്ലാതാവുന്നത്, ഡോക്ടറിനല്ലല്ലോ. അപ്പോൾ ഒരു സ്ത്രീക്ക് അങ്ങനെ ഒരു അബദ്ധം ഇനി പറ്റരുത്. ഒരാൾക്കും ഇനി ഇതുപോലത്തെ വേദന അനുഭവിക്കാൻ ഇടവരരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന. MJ പ്രതീഷ് ഉണ്ട്. MJ പ്രതീഷ്, ഷീബയ്ക്കും ഉഷ ജോസഫിന് സംഭവിച്ചതുപോലെ വ്യത്യസ്തമാണെങ്കിൽ പോലും സമാനമായ രീതികളിലൂടെയുള്ള അനുഭവമാണ് സംഭവിച്ചത്. അതൊരു സർക്കാർ ആശുപത്രിയാണെങ്കിൽ ഇവിടെ സംഭവിച്ചത് ഒരു സ്വകാര്യ ആശുപത്രിയാണ്, CSI മിഷൻ ഹോസ്പിറ്റൽ. എന്തായാലും ശക്തമായി നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ തീരുമാനം ചികിത്സാ പിഴവിൽ? പ്രതീഷ്. അരുൺകുമാർ, തീർച്ചയായും. കാരണം ചികിത്സാ പിഴവിന് ഇരയാകുന്ന എല്ലാവരും പറയുന്ന ഒരു വാചകമാണ്, അതായത് തനിക്കുണ്ടായ ദുരനുഭവം മറ്റാർക്കും ഉണ്ടാകരുത് എന്നുള്ള പ്രതികരണം. പക്ഷേ തുടർച്ചയായി ഇത്തരത്തിലുള്ള പിഴവുകൾ ആവർത്തിക്കുന്നു എന്നതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. അത് സ്വകാര്യ ആശുപത്രിയിലായാലും സർക്കാർ ആശുപത്രിയിലായാലും ഇത്തരത്തിൽ ചികിത്സാ പിഴവുകൾ നടക്കുന്നു. അതും ഇത്രത്തോളം ഗുരുതരമായ അനാസ്ഥയാണ് കഴക്കൂട്ടം CSI മിഷൻ ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. കാരണം 3 മാസത്തോളമാണ് മുറിവിനുള്ളിൽ ഈ തുണിയുമായി വേദന തിന്ന ഈ മേനംകുളം സ്വദേശിയായ ഷീബ നടന്നത്. ഈ ഡ്രസ്സിംഗ് ചെയ്യാൻ പോയപ്പോൾ പോലും ആശുപത്രി അധികൃതർക്ക് ഇത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ പോയി സ്കാനിംഗ് നടത്തിയപ്പോഴാണ് അതിനുള്ളിൽ തുണിയുണ്ട് എന്ന കാര്യം അറിയുന്നത്. പിന്നീട് അവിടെ എത്തി ശസ്ത്രക്രിയ നടത്തി പുറത്തെടുക്കുകയായിരുന്നു. പക്ഷേ ആ 3 മാസക്കാലം ഷീബ അനുഭവിച്ച വേദനയാണ് ഷീബ ഇപ്പോൾ പങ്കുവച്ചത്. കാരണം 3 മാസത്തോളം ഭക്ഷണം കഴിക്കാൻ കഴിയുമായിരുന്നില്ല. ഭക്ഷണം കഴിച്ചാൽ അപ്പോൾ ഛർദ്ദിക്കുമായിരുന്നു, ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. അസഹ്യമായ വേദനയാണ് സഹിക്കേണ്ടി വന്നത്. അത്തരത്തിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഷീബയ്ക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ അപ്പോഴും ആശുപത്രി അധികൃതർ ഇപ്പോൾ പറയുന്നത് അത് വ്യാജമായ പരാതിയാണ്. സ്വകാര്യ ആശുപത്രിയിൽ പോയപ്പോൾ സംഭവിച്ച പിഴവായിരിക്കാമെന്നുള്ള വിശദീകരണങ്ങളൊക്കെ തന്നെ ആശുപത്രി അധികൃതർ നൽകുന്നുണ്ട്. പക്ഷേ കുടുംബം അത് അംഗീകരിക്കാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുന്നത്. ആദ്യപടിയായി കഴക്കൂട്ടം പോലീസിൽ പരാതി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴക്കൂട്ടം പോലീസ് ആശുപത്രിക്കെതിരെ കേസെടുത്തത്. ഇന്ന് FIRന്റെ പകർപ്പ് കിട്ടിയാൽ ഉടൻ ആറ്റിങ്ങൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്യാനാണ് കുടുംബത്തിന്റെ തീരുമാനം. താങ്ക് യു പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പലപ്പോഴും ഈ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഡോക്ടർമാരുടെ ചില പ്രതികരണം കണ്ടാൽ തോന്നുന്നു. ഇന്നലെ ഞങ്ങൾ മറ്റൊരു ആശുപത്രിയിൽ ഇതേപോലെ സ്വകാര്യ ആശുപത്രിയിലെ തന്നെ വീഴ്ച ചൂണ്ടിക്കാട്ടിയിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആശുപത്രിക്കാർ പറയുന്നത് എന്താണെന്നറിയോ? അതൊരു കമ്പിയിട്ട് ആ കമ്പിക്ക് പ്രശ്നമുണ്ടായി എന്നുള്ളത് വന്നപ്പോൾ ആ കമ്പി ഞങ്ങളല്ലല്ലോ ഇട്ടത്, കമ്പി ഇട്ട ആൾക്കാരെടുത്ത്, കമ്പി ഉണ്ടാക്കിയ ആൾക്കാരെടുത്ത് പോയി ചോദിക്കാൻ പറയുക. ഇപ്പോൾ ഇത് തുണി വയറ്റിൽ കുടുങ്ങിയ വിഷയത്തിൽ പ്രതികരണം ചോദിച്ച് ചെല്ലുന്ന സമയത്തും അത് പൂർണ്ണമായിട്ടും നിഷേധിക്കുന്ന നിലപാടെടുക്കുക. കേസ് വിളിച്ചു വരുത്തുകയാണ് ഇത്തരം ആശുപത്രിക്കാരെന്നേ പറയാനുള്ളൂ. ഇപ്പോൾ എന്തായാലും ഇത്തരം ആശുപത്രികളിലേക്ക് ശസ്ത്രക്രിയ ചെയ്ത് വീട്ടിലോട്ട് പോകുന്ന സമയത്ത് ഒരു ഗിഫ്റ്റും കൂടി കൊടുത്തുവിടും. അത് വയറ്റിനകത്ത് 2-3 മാസം, ചിലത് 4-5 വർഷം, ഒന്നുകിലൊരു കത്രിക അല്ലെങ്കിൽ ഒരു തുണിക്കഷ്ണം. അതാണ് അവസ്ഥ. ഇത് സ്വകാര്യ ആശുപത്രിയാണ്, ഈ മിഷൻ ഹോസ്പിറ്റലാണ്.